ഒരു അവിയലാണ് ഉണ്ടാക്കുന്നത്. ഇത് മൺചട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് എല്ലാതരം പച്ചക്കറികളും ഒരു വിരലിൻ്റെ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചേന, നേന്ത്രക്കായ, ഒരു മുരിങ്ങക്കായ, 2 ബീൻസ്, പയറ്, കുമ്പളങ്ങ, ക്യാരറ്റ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കയ്പ്പയ്ക്ക ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കയ്പ്പയ്ക്ക ഇട്ടില്ല. നന്നായി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകി ഈ ചട്ടിയിലേക്ക് വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക. അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് അടുപ്പിൽ വയ്ക്കുക. ഉപ്പ് ഈ സമയത്ത് ഇടണില്ല. ചേനയ്ക്ക് ചെറിയ ചൊറിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് കുറച്ച് നന്നായി തിളച്ചതിന് ശേഷമാണ് ഉപ്പിടുന്നത്. ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കുക. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. ഇതേ സമയം ഇതിലേക്ക് ഒരു വലിയ മുറി തേങ്ങയും 3 പച്ചമുളകും 2-3 തണ്ട് കറിവേപ്പിലയും കൂടി മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് തൈരാണ്. നല്ല കട്ട തൈര്, വലിയ പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ചേർത്തൊന്നും കൂടി ഇളക്കി ഈ തൈരും ഇതും കൂടി ചേർന്ന് ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരുമ്പോഴാണ് ഈ തേങ്ങ ചേർക്കുന്നത്. തേങ്ങ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആവും. ഇനി ചട്ടിയിലിരുന്ന് ഒന്നും കൂടി വറ്റി റെഡിയാവും. കുറച്ച് കറിവേപ്പിലയും ഇടുക, കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് നന്നായി അടച്ച് വയ്ക്കുക. ഇത് വറ്റി വരുമ്പോൾ ചട്ടിയിലിരുന്നൊന്ന് ഒരു പരുവത്തിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞങ്ങളുടെ നാട്ടിലെ അവിയലാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ.